അച്ഛന്റെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ടിരിക്കണമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല. അമ്മയുടെ അടുത്ത് ഓപ്പൺ ആയിട്ടിരിക്കണമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാനായിട്ടിരിക്കണമെന്ന് വിചാരിച്ചു, അത് നടക്കുന്നില്ല. ശരി, ഞാൻ വേറെ ആളെ പോലെ ബിഹേവ് ചെയ്തപ്പോ അത് നീ മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഡിസ്റ്റർബ് ആയത്. ഞാനല്ലെന്ന് ഐഡന്റിഫൈ ചെയ്തത് നീയാ. എന്റെ ഉള്ളിൽ നീ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തത് നീയാ. ഇത്രയും ചെയ്തിട്ട് ഒന്നും പറയാതെ അങ്ങനെ പോവാണോ? എന്താ ഒന്നുകൂടെ പറഞ്ഞേ? ഞാനല്ലെന്ന് ഐഡന്റിഫൈ ചെയ്തത് നീയാ. എന്റെ ഉള്ളിൽ നീ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തത് നീയാ. ഇത്രയും ചെയ്തിട്ട് ഒന്നും പറയാതെ അങ്ങനെ പോയാ നിനക്ക് മാർക്ക് മാത്രമല്ല ബുദ്ധിയും വെച്ചു കിട്ടോ. നമുക്കുള്ളിൽ ഈ ഡിസ്റ്റൻസ് മാറണമെങ്കിൽ ആദ്യം എന്റെ അച്ഛനെ ഇംപ്രസ് ചെയ്യേ. ഇമ്പോസിബിൾ. നിന്റെ അച്ഛൻ സമ്മതിക്കാതിരുന്നത് ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞു. ചേട്ടാ, എനിക്കൊരു ഇൻഫർമേഷൻ അറിയണം. എനിക്കൊരു ഇൻസ്റ്റാൾമെന്റ് കൊടുക്കണം. പേടിഎം ഉണ്ടോ? എന്ന് വെച്ചാ കാർത്തികയുടെ ഡീറ്റെയിൽസ് വേണം. ഒരു മിനിറ്റ്. ഡീറ്റെയിൽസ് എടുക്കുന്ന പോലെ അത്ര എളുപ്പമല്ല സാറേ അവളെ ഡീൽ ചെയ്യുന്നത്. അവളുണ്ടല്ലോ കേശവേട്ടന്റെ മോളാ. ഈ നാട്ടിലെ തമിഴന്മാർക്കെല്ലാം അദ്ദേഹമാ നേതാവ്. ചേട്ടാ, ചുമ്മാ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? ജാഗ്രതയായിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഒന്ന് പോയേട്ടാ. ചേട്ടാ, ഇപ്പൊ എവിടെയുണ്ട്? നീ അദ്ദേഹത്തിന്റെ മോളെ കണ്ടോ? ചേട്ടാ, വളരെ ഇഷ്ടമായെന്നേ. ഒരു ഐഡിയക്ക് വേണ്ടി വന്നതല്ലേ. പക്ഷെ കേശവനെ എങ്ങനെ ഇംപ്രസ് ചെയ്യുന്നത്? നിന്നെ പറ്റി അറിയാനേ ആളെ അയച്ചു കാണും. എന്തിന്? നീ വീരമുത്തുവിനെ അടിച്ചെന്ന് കേട്ടപ്പോഴേ കേശവേട്ടന് സന്തോഷമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിന്നെപ്പറ്റി അറിയാൻ അദ്ദേഹം ആളെ ഏർപ്പാടാക്കിയിരിക്കുക. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മോളെ കിട്ടുമെന്ന് ചോദിച്ചാ താങ്ക് യു. ഞാൻ ഐഡിയ പറഞ്ഞില്ലല്ലോ. ഐഡിയ ഒക്കെ കിട്ടിയേട്ടാ. നാടിനൊരു പേരും നമുക്കൊരു അഭിമാനമുണ്ട്. അവരും നിങ്ങളും തമ്മിലുള്ള വൈരാഗ്യം കൊന്നു തീർക്കുകയല്ലേ. ഒരു ബന്ധമില്ലാത്തവൻ എന്തിനാ തല്ലണേ മുത്തു? നിങ്ങൾ എന്ത് വർത്താനാ ഈ പറയുന്നേ? ആരെ എന്ത് ചെയ്തുന്നാ? അണ്ണാ, നമ്മളെ സ്ഥലത്ത് വന്നിട്ട് മടങ്ങിപ്പോയനാവൻ. സാർ, ഞാൻ പഠിക്കാൻ വേണ്ടി ഈ നാട്ടിലേക്ക് വന്നതാ സാർ. ഞാൻ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഇഡ്ഡലി സാമ്പാറൊക്കെ തരാമെന്നും പറഞ്ഞ് ഒരു ഹോട്ടലിലേക്ക് കയറ്റിയിരുത്തിട്ട് ഇവന്മാര് വെട്ടാൻ വന്നു. ഭക്ഷണം ഓർഡർ ചെയ്തപ്പോഴേക്കും ഇവന്മാരെ ഇത് ഇത്രയും വലിയ കത്തിയായിട്ട് എന്നെ വെട്ടാൻ വന്ന്. ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്നെ കൊന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർ അനാഥരാവില്ലേ സാർ? എന്റെ കുടുംബത്തിന് ആരാ സാർ ഉത്തരവാദിത്വം വെക്കുന്നത്? അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റാത്തോണ്ട് എവിടെന്നോ വന്നൊരു പയ്യന്റെ അടുത്താണോ കൈബലം കാണിക്കുന്നത്? നാണോ ഇല്ലേ? എടാ, ഞങ്ങളോട് എതിർക്കാൻ വന്നാലേ ആരാ ഏതാ നോക്കി തീർത്ത് കളഞ്ഞാൽ എന്നെ അറിയാൻ മേലത്തോണ്ടോ? ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് പഞ്ചായത്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഇവിടെ വരണവരേക്കും ഞങ്ങൾ അവനെ കണ്ടിട്ടേ ഇല്ല. എന്നാലും പഞ്ചായത്തിന് ആവശ്യം വായുകൊണ്ട് പറയണതല്ല, തെളിവാണ്. ഈ വെള്ളത്താടിക്കാരൻ കൊള്ളാലോ. അവൻ കാണാഞ്ഞിട്ടാണോ അവന്റെ കൂടെ ഇന്ന് ഫോട്ടോ എടുത്തത്? എന്താടാ ഇത്? സെൽഫി എടുത്തു എന്ന് ചോദിച്ചു, അങ്ങനെ നിന്നു കൊടുത്തത്. നിന്നെയൊക്കെ എന്താ വേണ്ട. നീ പറയാതെ അവൻ ഇതെല്ലാം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കണോ? ഇനിയൊരു പ്രാവശ്യം കൂടി പഞ്ചായത്ത് വിളിച്ചു കൂട്ടിയാ നിന്റെ സ്ഥാനത്ത് വേറൊരാളുണ്ടാവും. അവനോട് മാപ്പ് പറയും. എന്നോട് ക്ഷമിക്കണം. ആടാ, പോവാം. ഫസ്റ്റ് ടൈം ഭക്ഷണം കഴിക്കാതെ തന്നെ വയറ് നിറഞ്ഞ പോലുണ്ട്. ഒരു തവണ എന്റെ വീട്ടിലേക്ക് വാ, ഭക്ഷണം കഴിക്കാം, നമുക്കെന്ന് ആഘോഷിക്കാം. ഹലോ മിസ് കാർത്തിക, മിസ്സസ് ആവാൻ റെഡി ആയിക്കോട്ടോ. നിന്റെ അച്ഛൻ എന്റെ മേത്ത് നല്ല ഇംപ്രഷൻ വീണിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചിരിക്കാം. ആണോ? നാളെ എന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, നാളെ തന്നെ വാ.
എങ്ങോട്ടാ പോകുന്നേ? ബിരിയാണി കഴിക്കുന്നോ? ആ, എവിടെ? ബിരിയാണി കഴിക്കാൻ വേണ്ടി നിന്റെ മാമയുടെ വീട്ടിൽ പോണോ? ആ കാണ്ടാമൃഗം നമ്മളെ മിക്കവാറും കൊല്ലും. എടാ എന്റെ അമ്മാവൻ എന്നെ വലിയ ഇഷ്ടമായടാ, അതുകൊണ്ടല്ലേ എന്നെ ലഞ്ചിന് വിളിച്ചത്. അതൊക്കെ പോട്ടെ, നിനക്ക് അമ്മാവന്റെ വീട് അറിയോ? ഈ വീട് അടിപൊളിയായിട്ടുണ്ടല്ലോ. വീടറിയോന്ന് ചോദിച്ചപ്പോ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോടാ. ഡാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? നീ എന്നെ സംശയിക്കാണോ? ഡാ ഫൂൾ, ജോലി എടുക്കാതെ സംസാരിക്കുന്നു. അങ്കിളിനോട് കംപ്ലൈന്റ് ചെയ്യും. നീ ആൾ കൊള്ളാലോടാ. സൈക്കിൾ ഓടിക്കാൻ ഗ്യാപ്പ് വന്ന നീ ബുള്ളറ്റ് കയറ്റുമല്ലോ. നമ്മൾ വന്ന് ബുള്ളറ്റിലല്ലേ? ഏയ്, എന്ത് തീറ്റയത്? തടിച്ചു മത്തങ്ങ പോലെ ഉണ്ടല്ലോ. തീറ്റ കുറക്കി. എടി, വീട് മുഴുവൻ വെള്ളമായല്ലോ. എടി, നീ എന്താടി കുട്ടികളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു? ഇത് മേടിക്ക്, പോയി ഉമ്മറത്ത് അലങ്കരിക്ക്. അമ്മ പോയി ചെയ്യ്. വീട് കാണാൻ ഉത്സവപ്പറമ്പ് പോലെ ഉണ്ടല്ലോ. ഓയ്, എന്തെയ്യാ? ബിടെക് തേർഡ് ഇയർ. പോടാ. എന്നാ പോട്ടെ. ഇയാളെന്താ ഇവിടെ? അങ്കിളിന്റെ വീട്ടിൽ അങ്കിൾ അല്ലാതെ വേറെ ആരുണ്ടാവാനാ? അയാൾ തമിഴനല്ലടാ. നമ്മള് മലയാളികളല്ലേ? നിന്നോട് ആരാടാ പറഞ്ഞ തമിഴനാന്ന്? ഞാൻ മലയാളിയല്ലേ? ഏയ്, രജനികാന്തിന്റെ ഫാൻ എന്നല്ല പറഞ്ഞേ. രജനി ഫാൻസ് ജപ്പാനിൽ വരെ ഉണ്ടോ? അതുകൊണ്ട് ഞാൻ ജപ്പാൻകാരനാവൂ? തമിഴ്നാടാണെന്ന് ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞില്ലേ? എടാ ഞാൻ കൊല്ലംകാരനാടാ, അപ്പൊ മലയാളിയല്ലേ? ഏയ്, തമാശ പറയരുത്. നീ ഞങ്ങളുടെ കൂടെ ഒന്ന് ഫൈറ്റ് ചെയ്തതല്ലേ? എടാ എനിക്ക് ഇടിയെന്ന് വെച്ചാൽ വലിയ ഇഷ്ടം, അതുകൊണ്ട് ആരോട് വേണമെങ്കിലും ഫൈറ്റ് ചെയ്യും. ഏയ്, തമാശ കളിക്കണോ? എന്റെ കളർ കണ്ടറിയില്ല ഞാൻ മലയാളിയാണെന്ന്. കളർ വെച്ച് എങ്ങനെയാടാ പറയുന്നത്? നിന്റെ കയ്യിൽ എല്ലാത്തിനും മറുപടി ഉണ്ട്. അയ്യോ അയ്യോ, നീ ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിലെ പെണ്ണിന് സൈറ്റ് അടിക്കും ചെയ്തു. ഇപ്പൊ ഈ വിഷയം അയാൾ അറിഞ്ഞ നമ്മൾ രണ്ടുപേരും കൊല്ലും. ഞാൻ വിളിച്ചത് എം കാർത്തിക, എഴുന്നേറ്റ് നിന്നത് എൽ കാർത്തിക. കേശവേട്ടൻ്റെ മോള. ഈ നാട്ടിലെ തമിഴന്മാർക്കെല്ലാം അദ്ദേഹം നേതാവ്. അയാളുടെ മോളുടെ പേരും കാർത്തിക എന്നായിരുന്നല്ലേ? പണി പാളിയടാ. ഡാടാ എസ്കേപ്പ്. അണ്ണാ പിടിച്ചു. മുത്തച്ഛന്റെ പിറന്നാളിന്റെ അന്ന് കലഹിക്കല്ല വേണ്ടത്, നരബലി കൊടുക്കണം. ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കണം, വെട്ടിയെടുക്കണം. കൊല്ലങ്ങളോടാ വാടാ, വാടാ, വേഗം വാടാ. വാതിലെടുത്തു.